ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങയോട് എങ്ങനെ പ്രാർത്ഥിക്കണം, എപ്പോൾ പ്രാർത്ഥിക്കണം എന്നതിനെക്കുറിച്ചുള്ള വലിയൊരു ബോധ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ സാന്നിധ്യം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഞങ്ങളോടൊപ്പം ആയിരിക്കണമേ. ആമേൻ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് പുലർകാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെന്നതിൻ്റെ വിജ്ഞാപനമായിരുന്നു. അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. ശരിക്കും എന്താണ് ആ സാധനം? അഗ്നിയിൽ നശിക്കാത്തൊരു സാധനം അരുണോദയത്തിൽ ഉരുകി. അത് ആ ഒരു ചാപ്റ്ററിൻ്റെ പകുതിക്ക് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: കന്മഴയും മന്നയും. ഇത് മന്നയാണ്. ശരിക്കും ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് വരുന്ന വഴിക്ക് മരുഭൂമിയിലൂടെ ഇവർ സഞ്ചരിക്കുമ്പോൾ ദൈവം അവർക്ക് കൊടുത്ത ഒരു സ്വർഗീയ ഭോജനമാണ് മന്ന. മന്ന എന്ന വാക്കിൻ്റെ അർത്ഥം ശരിക്കും കൃപ എന്നാണ്. കൃപ എന്ന ഗ്രേസ് എന്ന ദ ഗോഡ് ഗ്രേസ്. ശരിക്കും ഈ മഞ്ഞ വർഷിക്കപ്പെട്ടുകൊണ്ടിരുന്നത് ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്: ഇത് വെളുപ്പാങ്കാലത്താണ്. ഒരു 3 മണിക്കും 6 മണിക്കും ഇടയ്ക്ക് ഈ മഞ്ഞ വർഷിക്കപ്പെടും. അപ്പോൾ വർഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ജനങ്ങൾ ഈ മഞ്ഞ കളക്ട് ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങും. അപ്പം ആവശ്യത്തിന് മാത്രമേ കളക്ട് ചെയ്യാൻ പാടുള്ളൂ, അധികമായിട്ട് കളക്ട് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ അന്നത്തെ ഓർഡർ ഉണ്ടായിരുന്നു. നമുക്ക് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഒക്കെ നമുക്കതിനെക്കുറിച്ച് കാണാൻ പറ്റും. അപ്പം അങ്ങനെ ഇവർ കളക്ട് ചെയ്ത ഈ മഞ്ഞ, ഇത് ഒരു 10-350 ഡിഗ്രി ആളുന്ന ഒരു തീക്കകത്തോട്ട് ഈ മഞ്ഞ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല. ഇതവിടെ ഉരുകത്തില്ല, ഇത് അവിടെ കിടക്കും, നശിക്കത്തില്ല. അഗ്നിയിൽ ഈ സാധനം നശിക്കില്ല, ഈ സാധനം ഉരുകത്തില്ല. അതേ മഞ്ഞ രാവിലെ 6 മണിക്ക് സൂര്യൻ ഉദിച്ച് കഴിയുമ്പോൾ, സൂര്യൻ ഉദിച്ച് വരുമ്പോൾ ഇളം ചൂടടിക്കുമ്പോൾ ഒരു 10 ഡിഗ്രി അല്ലെങ്കിൽ 20 ഡിഗ്രി സെൽഷ്യസിൽ ആ ഇളം ചൂടടിക്കുമ്പോൾ ആ ഇളം ചൂടിൽ ഇത് ഉരുകിപ്പോകുന്നു. ദൈവത്തിൻ്റെ കാര്യം ഇങ്ങനെയാണേ. കാരണം നമുക്ക് ലോജിക്കലി ഇതിനൊന്നും ഉത്തരം കിട്ടത്തില്ല. ഇപ്പം ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, 350 ഡിഗ്രി തീക്കകത്ത് ഉരുകാത്തൊരു സാധനം എങ്ങനെയാണ് ഈ ഇളം ചൂടിൽ ഉരുകിപ്പോയത്? കർത്താവ് ചെയ്യുന്ന അങ്ങനെ നമ്മുടെ ഈ തലമണ്ടക്കിട്ട് അടിച്ചു കളയും പെട്ടെന്ന്. സയൻസിന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പിന്നെ അപ്പോൾ ആക്സിഡൻ്റായി കിടന്ന സമയത്ത് പപ്പയുടെ നട്ടലിൻ്റെ 8 കണ്ണിയാണ് പൊട്ടിയത്. അപ്പം 2 മുതൽ 9 വരെ കംപ്ലീറ്റ് കണ്ണികളും പൊട്ടിപ്പോയി. അപ്പോൾ സ്കാൻ റിപ്പോർട്ട് നോക്കി കഴിഞ്ഞാൽ 2 മുതൽ 9 വരെ ഒരു കണ്ണി പോലും ഇല്ല, എല്ലാം ഇങ്ങനെ പൊടിഞ്ഞ് 7 പോലെയൊക്കെ വളഞ്ഞിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ മുമ്പോട്ട് പോവാണ്. അതിനൊരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്നറിയാൻ ഞാൻ കൂടെ എക്സ്റേ എടുത്ത് നോക്കി. എക്സ്റേ എടുത്തപ്പോഴത്തേക്ക് ഒരു വണ്ടറായ ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒടിഞ്ഞു പോയ ഈ കണ്ണികളെല്ലാം 8 കണ്ണികളും ഇങ്ങനെ പൊടിഞ്ഞ് 7 പോലെയൊക്കെ വളഞ്ഞിരുന്നത് ഇങ്ങനെ നേരെ ചേർന്ന് ഒരു നോർമൽ മനുഷ്യൻ്റെ അസ്ഥിയായിട്ടിരിക്കുന്നു. പെട്ടെന്ന് നമ്മുടെയൊക്കെ സയൻസിൻ്റെ ബുദ്ധിക്ക് അപ്പുറമായത്. കാരണം അവിടെ ഒരു ഓപ്പറേഷനോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ദൈവത്തിൻ്റെ വചനം വെച്ച് മാത്രമാണ്. എസെക്കിയേൽ 37 പ്രാർത്ഥിച്ച് അസ്ഥികളുടെ താഴ്വരയിലൂടെ ഒരു കിരകിര ശബ്ദത്തോടു കൂടി അസ്ഥികൾ കുടിച്ചേർന്നു. ആ സംഭവം പ്രാർത്ഥിച്ചാണ് ഇതിങ്ങനെ വന്നത്. ഒരു ദിവസം കോളേജിൽ ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്തപ്പോൾ, ഒരു കോളേജിൽ ഷെയർ ചെയ്തപ്പോൾ ആ കോളേജിലൊരു പെങ്കൊച്ച്, ഒരു അക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ഒരു പെങ്കൊച്ചാണ്. ആ കൊച്ച് ഈ കാര്യം കേട്ടിട്ട് ആ കൊച്ചിൻ്റെ ഫാദറും ഇങ്ങനെ അരയ്ക്ക് താഴോട്ട് തളർന്ന് കിടക്കുക. അപ്പോൾ ഒരു ഹോപ്പൊന്നും പറയുന്നില്ല, ഒരു മരത്തിൽ നിന്ന് വീണതാണ്. അപ്പോൾ ആ കൊച്ച് അവിടുത്തെ ഒരു സ്പിരിച്വൽ ഫാദറിൻ്റെ അടുത്ത് ചെന്നൊരു ബൈബിൾ വാങ്ങിച്ച് അതിനകത്ത് ഈ പാസേജ് മാർക്ക് ചെയ്ത് വാങ്ങിച്ചു. ഈ എസെക്കിയേൽ 37 എന്ന് പറഞ്ഞ പാസേജ് മാർക്ക് ചെയ്ത് വാങ്ങിച്ചിട്ട് ഈ കൊച്ച് വീട്ടിൽ ചെന്നിട്ട് ഈ കൊച്ച് പറഞ്ഞൊരു ടെസ്റ്റിമണി ഇതാണ്. ഈ കൊച്ച് ഇങ്ങനെ അപ്പൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞത്: ജോർജേട്ടൻ്റെ ഫാദറിനെ സൗഖ്യപ്പെടുത്തിയ കർത്താവേ, നീ ജീവിക്കുന്ന ദൈവമാണെങ്കിൽ എൻ്റെ അപ്പനെയും തൊടണം. ഈ കൊച്ച് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു 2 ആഴ്ച ഈ കൊച്ച് പ്രാർത്ഥിച്ച് ഈ അപ്പനെ എണീപ്പിച്ചു. ഇതൊക്കെ നമുക്ക് സയൻസിൻ്റെയൊക്കെ അപ്പുറമാണ്. കാരണം എനിക്ക് പണ്ട് ഇങ്ങനത്തെ ഒരു ഡിവൈൻ മിറാക്കിൾസ് ഇതിനോടൊന്നും വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. ഒരു ആസ് ആൻ എഞ്ചിനീയർ എപ്പോഴും ഒരു സംശയത്തോടെ നോക്കുന്നൊരു വ്യക്തിത്വമായിരുന്നു. അപ്പോൾ നമുക്കെല്ലാം ഡൗട്ടാണ്. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ ഞാൻ ആദ്യമായിട്ട് ആത്മീയ ശുശ്രൂഷയൊക്കെ തുടങ്ങുന്നത് നന്നായിട്ട് രോഗസൗഖ്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മിനിസ്ട്രിയുടെ കൂടെയാണ്. അപ്പം ഒരാളെ ഇങ്ങനെ ഒരു അസ്ഥി L1 L2 എടുത്തു കളഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പാണ്. അപ്പം നമുക്കറിയാം, അങ്ങനെ പുള്ളി സൗദിയിൽ നിന്ന് വന്നു, ലേക്ക് ഷോറിൽ വെച്ചിട്ട് എങ്ങാണ്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നത്. അങ്ങനെ ഒരു സ്ട്രെച്ചറൊക്കെ ഇട്ടത് കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ ഈ മനുഷ്യൻ്റെ പുറത്ത് കൈവച്ച് പുറത്ത് കൈവയ്ക്കുമ്പോൾ നമുക്കറിയാം അവിടെ L1 L2 അസ്ഥി ഇല്ല, അതിങ്ങനെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ഒരു കുഴിയാണ്. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അമക്കിയപ്പോൾ എന്തോ ഒരു സാധനം അവിടെ ഉണ്ട്.
കാരണം അത് ആ സെക്കൻഡിൽ ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു. ശരിക്കും നമ്മുടെയൊക്കെ ഒരു സയൻസ് ലോജിക്കിൻ്റെയൊക്കെ അപ്പുറത്താണ് ദൈവം ചെയ്യുന്നത്. അപ്പോൾ അതുപോലൊരു സാധനമാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അത്രയും ഒരു 350 ഡിഗ്രി സെൽഷ്യസ് തീക്കകത്ത് നശിക്കാത്തൊരു സാധനം രാവിലെ വെയിലടിക്കുമ്പോൾ ഉരുകിപ്പോകുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത വചനം ഇങ്ങനെ പറയുന്നത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. 28-ാമത്തെ വചനം, ജ്ഞാനം 16:28. ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് പുലർക്കാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെന്നതിൻ്റെ വിജ്ഞാപനമായിരുന്നു. എന്ന് വെച്ചാൽ ദൈവം മനുഷ്യന് പ്രാർത്ഥിക്കാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമയം, കൃതജ്ഞത അർപ്പിക്കാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം, നന്ദി അർപ്പിക്കാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം വെളുപ്പാങ്കാലം, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണ്. ആ സമയത്ത് നമ്മൾ ഉണരണം. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റംസൊക്കെ മാറി. കാരണം പണ്ടത്തെ ഒരു 90-കൾക്ക് മുമ്പുള്ള നമ്മുടെ കാരണവന്മാരുടെ ഒരു സിസ്റ്റം ഇങ്ങനെ ഉണ്ടായിരുന്നു. വൈകിട്ട് ഒരു 8 മണിക്കൊക്കെ കിടക്കും, എന്നിട്ട് രാവിലെ 3 മണി 4 മണിക്ക് എണീക്കും. അപ്പോൾ അവരുടെ ക്ലോക്ക് ഇങ്ങനെയായിരുന്നു, 8 മണിക്ക് കിടക്കുന്നു, 4 മണിക്ക് എണീക്കുന്നു. നമ്മൾ തിരിച്ച് ഏതാണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കണത്. രാത്രി 2 മണിക്ക് കിടക്കുന്നു, 10 മണിക്ക് എണീക്കുന്നു. ആ ഒരു സിസ്റ്റമാണ് അല്ലേ നമ്മുടെയൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ. ഏതെങ്കിലുമൊക്കെ സ്ഥലത്തൊക്കെ വെയിലടിക്കണം, നമ്മളൊക്കെ ഒന്ന് എണീറ്റ് പുറത്തോട്ട് വരണമെങ്കിൽ. അപ്പോൾ ഏതോ സമയത്ത് കിടക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, എപ്പോഴൊക്കെയോ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എല്ലാം ഒരു ഡിസോർഡറായി കിടക്കുക. ആ സമയത്ത് പണ്ട് ശരിക്കും ഇസ്രായേൽ ജനത്തെ അങ്ങനെ ഒരു ഓർഡർ ആക്കിയൊരു സംഭവം. നമുക്കറിയാം, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആ ഒരു രാജ്യത്തെ ആൾക്കാർ ഭയങ്കര സിസ്റ്റമാറ്റിക്കാണ്, പ്രത്യേകിച്ച് ടൈമിൻ്റെ കാര്യത്തിൽ. പ്രത്യേകിച്ച് യുവജനങ്ങളൊക്കെ 18 വയസ്സ് തൊട്ട് 21 വയസ്സ് വരെ നിർബന്ധിത സൈന്യ സേവനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ടൈം മാനേജ്മെൻറ്റ് കാര്യങ്ങളെല്ലാം പക്ക പ്രോപ്പറായിട്ട് വരുക. അപ്പോൾ വെളുപ്പിന് എണീക്കുന്നു. ഇപ്പോൾ എൻ്റെ വീട്ടിലും ഞങ്ങൾ അങ്ങനെ ഒരു സിസ്റ്റം ആക്കി. നേരത്തെ എണീക്കാൻ തുടങ്ങി. ഒരു 4:30 ആകുമ്പോൾ പയ്യെ ഒന്ന് ഉണരും. നമ്മുടെ പിള്ളേർ നേരത്തെ എണീക്കും. എന്നിട്ട് ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോകും. ആദ്യത്തെ കുർബാനയ്ക്ക് 5:45 അല്ലെങ്കിൽ 6:45 കുർബാനയ്ക്ക് പോകും. ഈ കുർബാന കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം ഭയങ്കര സ്മൂത്താന്നേ. ഇപ്പോൾ പിള്ളേരൊക്കെ ആയിട്ടൊന്ന് കുർബാനയ്ക്ക് പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര എനർജിയാണ് നമുക്ക് ഈ വോക്ക് ചെയ്യാനായിട്ട്. കാരണം ഒത്തിരി ഈശോ അല്ലേ, പരിശുദ്ധ കുർബാനയിലല്ലേ നമ്മുടെ ഉള്ളിലേക്ക് വരും. ദൈവത്തിൻ്റെ സാന്നിധ്യം, ഒരു ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഫിസിക്കലി നമ്മുടെ ഉള്ളിലേക്ക് വരുവാണല്ലോ. അപ്പോൾ അത് വെളുപ്പിനെ ഒന്ന് പള്ളിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫ്രീയാണ്. അന്നത്തെ ദിവസം കംപ്ലീറ്റ് ഭയങ്കര സ്ട്രക്ചേർഡാണ്, ഓർഡേർഡാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഭയങ്കര ഫാസ്റ്റാണ് നമുക്ക് ചെയ്യാനായിട്ട്. ഇംഗ്ലീഷ് വേർഷൻ ബൈബിൾ പറഞ്ഞേക്കുന്നത് യു മസ്റ്റ് താങ്ക്സ് ഗിവിംഗ് എന്നാണ് പറയുന്നത്. മസ്റ്റ് താങ്ക്സ് ഗിവിംഗ്, യു മസ്റ്റ് പ്രേ ടു ഗോഡ് എന്നൊക്കെയാണ് പറയുന്നത്. ദ മസ്റ്റ് എന്ന് പറഞ്ഞൊരു വേർഡ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. മലയാളം വേർഷൻ ബൈബിൾ പറയുന്നത് ഇത് വിജ്ഞാപനമായിരുന്നു അല്ലേ. നമ്മളൊക്കെ പണ്ട് ഈ രാജകഥയിലൊക്കെ കാണിക്കുന്നത് വിജ്ഞാപനം ഇറക്കുന്നത്, പുതിയൊരു നിയമം ഇറക്കുവാണ്. അപ്പോൾ വലിയൊരു ചെണ്ടയൊക്കെ അടിച്ചിട്ട് ഈ വിജ്ഞാപനം ചെയ്യും. ഇങ്ങനെ രാജാവ് വിളംബരം ചെയ്യുന്നു, ഇന്ന് മുതൽ ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുന്ന പോലെ തന്നെ ദൈവം ഒരു വിജ്ഞാപനം ഇറക്കിയത്. ദൈവം തന്നെത്താനെ പറഞ്ഞ ഒരു വിജ്ഞാപനമാണ് അത്. ഈ മഞ്ഞ പൊഴിച്ചുകൊണ്ടാണ് ദൈവം ഇട്ടത്. അപ്പം ആ മഞ്ഞയാണ് ഇതുപോലെ അഗ്നിയിൽ നശിക്കാത്ത ഒരു സാധനം. അതുപോലെ തന്നെ ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 17 ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാറ്റിനെയും ശമിപ്പിക്കുന്ന ജലത്തിൽ അഗ്നി കൂടുതൽ ശക്തിയോടെ ജ്വലിച്ചു, പ്രപഞ്ച നീതിമാർക്ക് വേണ്ടി പോരാടുമല്ലോ. അതും നമ്മളെ ഇങ്ങനെ വണ്ടറടിപ്പിക്കുന്നു. കാരണം ദൈവം ചെയ്യുന്ന മൊത്തം അങ്ങനെയാണ്. കാരണം എന്തുമാത്രം വലിയ ആളി കത്തുന്ന അഗ്നിയാണെങ്കിൽ നമുക്ക് ഒരു കുടം വെള്ളം ഒഴിച്ചു വിട്ടാൽ ആ ഒഴിക്കുന്ന സ്ഥലത്ത് അത് കെടും. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ പറയാണ്, എല്ലാറ്റിനെയും ശമിപ്പിക്കുന്ന ജലത്തിൽ അഗ്നി കൂടുതൽ ശക്തിയോടെ ജ്വലിച്ചു. വെള്ളത്തിനകത്ത് അഗ്നി ഉണ്ടാവുന്നു. ഇത് നമുക്ക് ഒന്നും ഉത്തരം കിട്ടാത്ത കുറേ കാര്യങ്ങളാണ്. അതുപോലെ 22-ാം വചനത്തിൽ പറയുന്നു, ഹിമപാതത്തിൽ ആളിക്കത്തിയും വർഷധാരയിൽ ഉജ്ജ്വലിച്ചതുമായ അഗ്നി ശത്രുക്കളുടെ വിള നശിപ്പിച്ചെന്ന് അവരറിയാൻ തക്കവണ്ണം മഞ്ഞും മഞ്ഞുകട്ടയും അഗ്നിയിൽ ഉരുകിയില്ല. ബാക്കി വിളവെല്ലാം ഈ അഗ്നി കത്തിച്ചു കളഞ്ഞു. പക്ഷെ മഞ്ഞും മഞ്ഞുകട്ടയും മാത്രം ഉരുകാതെ അവിടെ നിൽക്കുന്നു. ഇതുപോലെയാണല്ലോ മോശ മലയുടെ മുകളിൽ കയറി കഴിയുമ്പോൾ അല്ലേ, സിനായ് മലയുടെ മുകളിൽ കയറി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം കാണുക. ജ്വലിക്കുന്ന അഗ്നിയാണ് മുൾപ്പടർപ്പിന് നടുവിൽ. പക്ഷേ ഈ അഗ്നി ഇങ്ങനെ കത്തി ജ്വലിക്കുന്നുണ്ട്, ആ മുൾപ്പടർപ്പ് അതിനൊന്നും സംഭവിക്കുന്നില്ല. കാരണം അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണ്. ശരിക്കും അഗ്നി ദഹിപ്പിക്കുന്ന അഗ്നിയൊക്കെയാണ്. പക്ഷേ അത് ചില ലോജിക്കിനിട്ടൊക്കെ നമുക്ക് അട്ടി തരുക. അപ്പോൾ ഈ വെളുപ്പിനെ നമ്മളൊന്ന് ഉണരേണ്ടിയിരിക്കുന്നു ശരിക്കും യഥാർത്ഥത്തിൽ. അപ്പോൾ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ഇപ്പം 4 മണിക്ക് ഉണരുന്ന ഒരാൾ ശരിക്കും ഒരു 12 മണി വരെ ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ 8 മണിക്കൂർ അയാൾ കവർ ചെയ്യുക ശരിക്കും പറഞ്ഞു, രാവിലെ എണീക്കുന്ന വ്യക്തി. അപ്പം എൻ്റെ ഇപ്പം ഞാൻ ഒരു 13-ാമത്തെ വർഷം വർക്ക് ചെയ്യുന്നത് പ്രൊഫഷണലി. അപ്പോൾ പ്രൊഫഷണൽ ജീവിതത്തിൽ
നമുക്ക് ഉച്ച വരെയുള്ള ഒരു ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ. കാരണം രാവിലെ തൊട്ട് ഉച്ച വരെ നമ്മുടെ മൈൻഡ് ഭയങ്കര ഫ്രഷ് ആയിരിക്കത്തുള്ളൂ. അപ്പം പ്രത്യേകിച്ച് ഇങ്ങനെ പഠിക്കുന്ന, അതുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികളോടൊക്കെ കുട്ടികളോടൊക്കെ പറയുന്നത് വെളുപ്പിന് എണീറ്റ് ഇന്ന് പഠിക്കണമെന്നൊക്കെ പറയുന്നത്. അതിന് കാരണം രാവിലെ മൈൻഡ് ഫ്രീ ആണ്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ ചെയ്യുന്നത് എല്ലാം ഇപ്പം ഓഫീസിലൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ രാവിലെ അങ്ങോട്ട് ചെല്ലും, ഒരു 9 മണിക്കൊക്കെ ഇങ്ങനെ കുറേ പേരെയൊക്കെ ഒന്ന് മുഖമൊക്കെ കാണിച്ച് നമ്മളൊന്ന് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഒരു 11 മണി 12 മണിയാവും. അത് കഴിയുമ്പോൾ അടുത്ത ലഞ്ചിന് ടൈമായി. ഇനി ലഞ്ചൊക്കെ കഴിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഉച്ചയൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ശോകമാണ്. നമ്മുടെ അവസ്ഥ ശോകമാണ്. കാരണം രാവിലെ നമുക്കൊരു 80-90% ഒരു എഫിഷ്യൻസി നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ ഉച്ച കഴിയുമ്പം ഈ സാധനം ഒരു 20-30 ആവും. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം എൻ്റെ ഓഫീസിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഉച്ച കഴിഞ്ഞ് ഈ സ്റ്റാഫൊക്കെ ഇരുന്ന് വല്ല വർത്താനം പറയുമോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പറയത്തില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെ കയ്യിൽ നിന്നൊന്നും കിട്ടില്ല. പക്ഷേ രാവിലെ എന്തെങ്കിലും ഉഴപ്പ് കാണിച്ചാൽ നമുക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി എന്തെങ്കിലും ഒരു ബിസിനസ് ക്ലോസ് ചെയ്യണം, രാവിലെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒരു 11 മണി 12 മണിക്ക് മുമ്പാണ് ഇതെല്ലാം സംസാരിച്ച് ക്ലോസ് ചെയ്ത് കളയും. കാരണം രാവിലെ നമ്മുടെ മൈൻഡ് ഫ്രീ ആണ്, നമ്മുടെ തല കംപ്ലീറ്റ് വേക്കൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്തോണ്ടേയിരിക്കും, പടപടപടപടാണ്. പക്ഷേ ഉച്ച കഴിഞ്ഞ് ഒക്കെ ആയി കഴിയുമ്പോൾ രാവിലെ തൊട്ട് ഉച്ച കഴിയുന്നവരെ ജീവിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ തലയ്ക്കകത്തോട്ട് കയറുക. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ ഫില്ല് ചെയ്തിരിക്കുമ്പോഴാണ് നമ്മളൊരു കാര്യം ഇവരോട് പറയാൻ പോകുന്നത്. അപ്പം പറയാൻ പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ പറയുന്ന ഒരു 100% ഒരു 20% പോലും ഇവരുടെ തലയ്ക്കകത്തോട്ട് കയറിയെന്ന് വരില്ല. അല്ല, ഇനി നമ്മൾ ചക്ക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവരുടെ തലയ്ക്കകത്തോട്ട് മാങ്ങയായിട്ടായിരിക്കും കയറുന്നത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനി രാവിലെ ചക്കയായിട്ട് തന്നെ കയറണമെങ്കിൽ രാവിലെ പറയണം. രാവിലെ ഒരു ഫ്രീയാണ് എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒന്ന് മനസ്സിലാക്കാനായിട്ട്, ദൈവമായിട്ട് ഇരിക്കാനായിട്ട് ഇനി രാവിലെ ഒരു 10 മിനിറ്റ് ബൈബിൾ വായിച്ചാൽ മതി, ഇനഫ്. കാരണം ഈ 10 മിനിറ്റ് വായിക്കുന്നത് വെളുപ്പാങ്കാലത്താണ് വായിക്കുന്നത്. വെളുപ്പാങ്കാലത്ത് വേറെ ഒരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ രാവിലെ എണീറ്റ് ഫ്രഷായി അത്യാവശ്യം ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് പയ്യെ ബൈബിൾ തുറന്ന് നമ്മളൊരു 10 മിനിറ്റ് ഇരിക്കുക. ഈ 10 മിനിറ്റ് വായിക്കുന്ന നമ്മുടെ തലയ്ക്കകത്തോട്ട് ഇങ്ങനെ കുടഞ്ഞിടുന്ന പോലെ, അതിലൊന്നുപോലും വേസ്റ്റ് ആകത്തില്ല. അല്ലേ, ദൈവത്തിൻ്റെ വചനം ഫലം കായ്ക്കാതെ തിരിച്ച് മടങ്ങിയിട്ടില്ലെന്നാണ് പറയുന്നത്. അല്ലേ, മുകളിൽ നിന്ന് ഇങ്ങനെ മഴ പെയ്യുന്നു, അത് മണ്ണിനെ നനയ്ക്കുന്നു, വിത്തുകളെയൊക്കെ നനപ്പിക്കുന്നു, കിളിപ്പിക്കുന്നു. അപ്പോൾ ഇതൊന്നും ഫലം ചൂടാതെ മടങ്ങിപ്പോവില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ വചനം എന്നാണ് പറയുന്നത്. ഇതൊന്നും ഫലം കായ്ക്കാതിരിക്കത്തില്ല. അങ്ങനെ ഫലം കായ്ക്കണമെങ്കിൽ ഇത് നമുക്ക് മനസ്സിലാവണമല്ലോ. അല്ലേ, മനസ്സിലാവണം ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന്. അല്ല, ഒരു ചക്കക്കുരു നമ്മുടെ കയ്യിൽ കിട്ടി. അപ്പോൾ ഈ ചക്കയുടെ ഒരു ബെനിഫിറ്റ്സ് അറിയാത്ത ഒരാൾക്ക് ഈ കുരു എങ്ങനെ കുഴിച്ചിടാൻ തോന്നും? അയാളിപ്പം ഒരു ടേബിളിൻ്റെ പുറത്ത് വെച്ചു, ഇതൊരു വിത്താണ്. അപ്പോൾ ഈ ചക്കക്കുരു ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഉണങ്ങി നശിച്ചു പോകും. അപ്പോൾ ഈ ചക്കയുടെ മഹാത്മ്യം അറിയാവുന്ന ഒരാൾ, ചക്കയെക്കുറിച്ച് അറിയാവുന്ന ഒരാൾ ഈ വിത്ത് വെറുതെ ഇരുന്ന് ഡ്രൈ ആക്കി കളയാനായിട്ട് അനുവദിക്കത്തില്ലല്ലോ. ഇതൊരു മണ്ണിൻ്റെ അടി കൊണ്ട് കുഴിച്ചിടും എന്ന് പറയുന്ന പോലെ തന്നെ ഓരോ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ഇത് വെറുതെ വായിച്ച് ഈ മൂലയ്ക്ക് വെക്കാനുള്ള സാധനമല്ല. ഇത് നമ്മുടെ ഹൃദയമാകുന്ന നിലത്തിൽ വിതയ്ക്കപ്പെടാനുള്ള സാധനമാണ്. വിതച്ച് അതിനെ വളർത്തിയെടുക്കാനൊരു ഓപ്ഷൻ നമ്മൾ കൊടുക്കണം. ശരിക്കും അത് വിതയ്ക്കപ്പെടുന്ന ആ ഒരു ടൈമൊക്കെ ഈ വെളുപ്പാങ്കാലത്ത് നമുക്കിങ്ങനെ വിതയ്ക്കപ്പെടും. അതൊരു പ്രഷ്യസ് ടൈമാണ്. അപ്പം നമ്മൾ രാവിലെ എണീറ്റ് ഒരു 10 മിനിറ്റ് ഒന്ന് വചനമൊക്കെ ചൊല്ലി ഒന്ന് പ്രാർത്ഥിക്കുന്നു, ഈശോയെ ഒന്ന് ആരാധിക്കുന്നു. അല്ലേ, ആരാധനയ്ക്ക് യോഗ്യനായവനാണ്. സ്തുതികളുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ വസിക്കുന്ന ദൈവമാണ്. നമ്മൾ സ്തുതിക്കണം അവനെ. അപ്പോൾ വെളുപ്പാങ്കാലത്ത് സ്തുതികൾ അർപ്പിക്കുന്നു, നന്ദി പറയുന്നു. ഈ ദൈവത്തെ കൊള്ളയടിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു ദൈവത്തെ കൊള്ളയടിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫിനാൻഷ്യലി ഒരു ആവശ്യം വന്നു വെച്ചോ, ഒരു 10,000 രൂപ ആവശ്യമുണ്ട്. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, കിട്ടാനൊരു പോസിബിലിറ്റി ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ കർത്താവിൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, ദൈവമേ എനിക്ക് ആ 10,000 രൂപ തന്ന് കാര്യങ്ങളൊക്കെ ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. അപ്പോൾ തരാത്തൊരു കാര്യത്തിന് നമ്മൾ നന്ദി പറയുന്നു. അപ്പോൾ ഇത് തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അപ്പോൾ കുറേ കഴിയുമ്പോൾ പിന്നെ തരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം തരാത്തൊരു കാര്യത്തിനെക്കുറിച്ച് പോലും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. താങ്ക്സ് ഗിവിങ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഒരു പ്രശ്നം ഇതാണ്, നമുക്കൊരു 10,000 രൂപ ദൈവം തന്നെന്ന് വെച്ചോ, ഒരു നന്ദിയും നമ്മൾ പറയത്തില്ല. അതിനകത്തുനിന്ന് ഒരു 100 രൂപ പോയി കഴിഞ്ഞാൽ പുലമ്പിക്കൊണ്ടിരിക്കും, എൻ്റെ 100 രൂപ പോയേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നന്ദി എന്ന് പറയുന്ന സാധനം നമ്മൾ മിണ്ടത്തില്ല. ഞാൻ ഒരു ദിവസം ഇങ്ങനെ റോഡിൽ കൂടി നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴേ ഒരു മാനസിക രോഗി, ഒരു കംപ്ലീറ്റ് ഔട്ടായ, അല്ല ചിന്തയിലൊക്കെ ഔട്ടായ ഒരു മാനസിക രോഗി സൈഡിൽ കൂടി നടന്നു പോകുന്നു. അപ്പോൾ അയാളൊരു കീറിയ ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, എന്തൊക്കെയോ കുറേ പാട്ടുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് റോഡിൽ കൂടി വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. കാരണം അയാളുടെ ബോധം നഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് ദൈവം ബോധം തന്നിട്ടുണ്ടല്ലോ. ബോധം തന്നതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം എൻ്റെ വീട് ഇവിടെയാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് ചെല്ലും.
കയറിച്ചല്ല. ഇത് എനിക്ക് നമുക്ക് ബോധം തന്നുകൊണ്ടാണ്. ഇനി നമ്മളോട് പേര് വയ്ക്കുക, എന്താ താങ്കളുടെ പേര്? ബോധം തന്നുകൊണ്ട് നമ്മൾ പറയും ജോർജ് ജോസഫ്. ഇനി വീട്ടിൽ ആരൊക്കെയുണ്ട്? ആ ബോധം ഉള്ളത് കൊണ്ട് പറയും. നീ എവിടുന്നാണ് വരുന്നത്? ആ ബോധം ഉള്ളത് കൊണ്ട് പറയും. അല്ല, ഇതെന്ത് വലിയ കാര്യമാണ് ഈ ബോധം എന്ന് പറയുന്ന സാധനം തന്നെ. ഇതില്ലെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഒരു ബോധം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സിറ്റുവേഷൻ? നമുക്ക് എന്തെങ്കിലും ദൈവത്തിനോടൊരു നന്ദി പറഞ്ഞിട്ടുണ്ടോ? ദൈവമേ, ഈ ബോധം തന്നതിനെ ഓർത്ത് നന്ദി പറയും. അന്നൊക്കെ ഞാൻ അറിയാതെ പറഞ്ഞു പോയി, എൻ്റെ പൊന്നു കർത്താവേ, എനിക്ക് നീ ബോധം തന്നല്ലോ, ഇതിനെ ഓർത്ത് നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യുന്നവരെയൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. അല്ലെങ്കിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്നവരെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. നമ്മുടെ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഇതുപോലെ സാലറിയൊക്കെ സ്റ്റക്കാവുന്നു. അപ്പോൾ ഒത്തിരി ടെൻഷനൊക്കെ അടിച്ച് ഒത്തിരി വറീഡായിട്ട് നിൽക്കുന്ന സമയത്തൊന്ന് കുമ്പസാരിക്കാൻ പോയപ്പോഴേ കുമ്പസാരി വൈദികൻ എന്നോട് ചോദിച്ച കാര്യമുണ്ട്, ഒരു മനുഷ്യൻ്റെ പ്രൈമറി നീഡ്സ് എന്താ? അത് വസ്ത്രം, ആഹാരം, പാർപ്പിടോ. അപ്പോൾ ഈ ലോക്ക്ഡൗണൊക്കെ വന്നിട്ട് നീ കഞ്ഞി കുടിക്കാതിരുന്നിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. ഇനി നിനക്ക് അത്യാവശ്യം വസ്ത്രങ്ങളൊക്കെ ഇല്ലേ? ഇനി വാടകയ്ക്കാണെങ്കിലും കയറി കിടക്കാൻ വീടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതുപോലെ കിട്ടാത്ത എത്ര ആൾക്കാരുണ്ട്. അപ്പോൾ ദൈവത്തിന് നമ്മൾ നന്ദി പറയുക ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമുക്കൊരു മൈൻഡൊക്കെ ഒന്ന് ബ്ലോ ആവുന്നത്. അപ്പോൾ ദൈവത്തിന് നന്ദി അർപ്പിക്കണം. അത് വെളുപ്പം കാലത്താണ്. പിന്നെ ഈ കൃപകൾ, മന്ന എന്ന വാക്കിൻ്റെ അർത്ഥം കൃപ തന്നെയല്ലേ. ഓരോ കാര്യം ചെയ്യാൻ പറ്റുന്ന കൃപയാണ്. നല്ലൊരു ഭർത്താവായിട്ട് ജീവിക്കാൻ പറ്റുന്ന കൃപയാണ്. നല്ലൊരു അപ്പനായിട്ട് ജീവിക്കാൻ പറ്റുന്ന കൃപയാണ്. അമ്മയായിട്ട് ജീവിക്കാൻ പറ്റുന്ന കൃപയാണ്. ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന കൃപയാണ്. ജോലി ചെയ്യുന്നത് കൃപയാണ്. ശുശ്രൂഷ ചെയ്യുന്ന കൃപയാണ്. ഇതെല്ലാം കൃപകളാണ്. ഈ കൃപ വർഷിക്കപ്പെടുന്ന സമയം വെളുപ്പം കാലത്താണ്. ഇത് വെയിൽ ഉദിച്ചു കഴിഞ്ഞിട്ട് കർത്താവിനോട് കൃപ ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ വെയിൽ ഉദിക്കുന്നതിന് മുമ്പ് ദൈവത്തോടെ ഈ കൃപ നമ്മൾ വാങ്ങിച്ചെടുക്കണം. അത് വാങ്ങിച്ചെടുക്കണം. അതിനുവേണ്ടിയുള്ളൊരു വിജ്ഞാപനമായിരുന്നു ശരിക്കും അഗ്നിയിൽ ഉരുകാത്ത ആ മഞ്ഞ അരുണോദയത്തിൽ ഉരുകിയത്. അപ്പോൾ നമുക്കും ദൈവപിതാവിനോട് പ്രാർത്ഥിക്കാം. ദൈവപിതാവേ, നീ ആ ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ച അല്ലെങ്കിൽ അവർക്ക് ആജ്ഞ കൊടുത്ത ആ ഒരു വിജ്ഞാപനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. വെളുപ്പാങ്കാലത്ത് എണീക്കാനുള്ള ഒരു കൃപ ലഭിക്കട്ടെ. ബലിയർപ്പിക്കാനുള്ള വലിയൊരു കൃപ ലഭിക്കട്ടെ. നിൻ്റെ തിരുക്കുമാരൻ്റെ ആ ബലിയിൽ പങ്കുചേർന്ന് കർത്താവെ പ്രാർത്ഥിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. കൃപകൾ വാങ്ങിച്ചെടുക്കാനുള്ള ആ വലിയൊരു അനുഗ്രഹം നീ ഞങ്ങൾക്ക് തരണമേ. നന്നായിട്ട് ജോലി ചെയ്യാനായിട്ട്, നന്നായിട്ട് ജീവിക്കാനായിട്ട്, നല്ലവണ്ണം ഉത്തരവാദിത്തങ്ങളൊക്കെ ഭംഗിയോടെ ചെയ്യാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപയുടെ നിറകുടമേ, നീയാണല്ലോ കൃപയുടെ നിറകുടം. ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള കൃപ എന്തൊക്കെയാണെന്ന് നിനക്കറിയാം. അതൊക്കെ ചൊരിയപ്പെടാൻ വേണ്ടി നീ ദൈവപിതാവിനോട് പ്രാർത്ഥിക്കണമേ. കൃപകൾ നിറയപ്പെടട്ടെ. രാവിലെ എണീക്കാനായിട്ട് നേരത്തെ എണീറ്റ് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാൻ, നന്ദി അർപ്പിക്കാനായിട്ട് കർത്താവ് ഒരു കൃപ നമുക്ക് തരട്ടെ. വീണ്ടും വചനം ഒന്നുകൂടി ഓർപ്പിക്കുന്നു. ജ്ഞാനം 16:28 കൃതജ്ഞൻ്റെ പ്രത്യാശ ശീതകാലത്തെ മൂടൽമഞ്ഞ് പോലെ ഉരുകും, ഉപയോഗശൂന്യമായ ജലം പോലെ ഒഴുകിപ്പോകുന്ന പറയുന്നത്. അത് കൃതജ്ഞത അർപ്പിക്കാത്ത ഒരാളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്താണ്. അയാളുടെ ഇങ്ങനെ മഞ്ഞ് പോലെ ഉരുകി ഉപയോഗമില്ലാത്ത ജലം ഒഴുകിപ്പോകുന്ന പോലെ ആയിരിക്കും അയാളുടെ ജീവിതം. അയാൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കാണത്തില്ല. അതുകൊണ്ട് നമുക്ക് നേരത്തെ എണീക്കാം, ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ച് ഒരു ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ച് ഒരു ജീവിതം നമുക്ക് തുടങ്ങാം. പുതിയ ഒരു ആരംഭം, ഒരു പുതിയൊരു ബിഗിനിങ്. നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് മടങ്ങാം. കാരണം 90-കൾക്ക് മുമ്പിലേക്ക് നമുക്കും ഒന്ന് നടന്നു നീങ്ങാം. കാരണം അതാണ് നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ച ഒരു രീതിയായിരുന്നു. നേരത്തെ എണീറ്റ് നേരത്തെ കിടന്ന് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അടുക്കും ചിട്ടയുണ്ടെങ്കിൽ മാത്രമേ ജീവിതം ഒരു വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. അതിനുള്ള കൃപ ദൈവപിതാവ് നമുക്ക് തരട്ടെ. പരിശുദ്ധ അമ്മയുടെ സഹായം അതിനുണ്ടാവട്ടെ. ആമേൻ.